നാട്ടിൽ വന്നതിന് ശേഷം എല്ലാ ദിവസവും എവിടെയെങ്കിലുമൊക്കെ പോകാൻ കാണും. ഇന്ന് ഞങ്ങൾ പോകുന്ന അമ്പലത്തിൽ സപ്താഹം നടക്കുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ മുത്തുവിനെ കാത്തിരിക്കുമായിരുന്നു. മുത്തു എത്തിയിട്ടുണ്ട്. അങ്ങനെ പവിയോട് യാത്ര പറഞ്ഞൊക്കെ ഇറങ്ങണം. അവനെ വിളിച്ചിട്ട് അവൻ വന്നില്ല. അപ്പോൾ അവന് ഇച്ചിരി പായസം വാങ്ങിക്കാമെന്ന് ചോദിച്ചൊരു ടിന്നൊക്കെ എടുത്ത്. നിങ്ങളും ഇങ്ങനെ കൊണ്ടുപോകാറുണ്ടോ? ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പായസം കിട്ടിയാലും ഇല്ലെങ്കിലും ഞങ്ങളൊരു പാത്രമൊക്കെ എടുത്ത് വണ്ടിക്കകത്തിട്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ പോകാറുണ്ട്. അങ്ങനെ മുത്തുവിൻ്റെ അച്ഛൻ ഞങ്ങളെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സദ്യയൊക്കെ തുടങ്ങാറായി, വേഗം വാന്നും പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സദ്യയൊക്കെ തുടങ്ങാറായി. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ സീറ്റൊക്കെ കിട്ടി കേട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്, പായസമൊക്കെ ഉണ്ട്. അങ്ങനെ പായസമൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ പായസമൊക്കെ വന്ന് ഇതിങ്ങനെ ഞെരടി ഞെരടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളും ഇങ്ങനെയാണോ കഴിക്കുന്നത്? ഞങ്ങളൊക്കെ ഇങ്ങനെയാണ്. അങ്ങനെ പവിക്ക് അത് കഴിഞ്ഞ് പായസം വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് ഇങ്ങനെ പാഴ്സലൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ വന്ന് അവനെ ടിന്നിനകത്ത് കുറച്ച് പായസമൊക്കെ വാങ്ങിച്ച് അവനെ വിളിച്ചിട്ട് അവൻ ഞങ്ങളുടെ കൂടെ വന്നില്ല. അപ്പോൾ അതൊക്കെ പായസമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴാണ് ലളിതമ്മയുടെ കട തൊട്ടപ്പുറത്താണ്. എപ്പോൾ വന്നാലും ലളിതമ്മയൊന്നും കാണാതെ പോകാറില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോൾ പുള്ളിക്കാരി അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളെ കണ്ടതുമല്ല, നീ രണ്ടെണ്ണം കൂടി ഇത് എവിടെ പോയിരിക്കുക എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ചിരിക്കുകയാണ്. അങ്ങനെ ലളിതമ്മയോട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച്. ഇവർ രണ്ടുപേരും സഹോദരന്മാരുടെ ഭാര്യമാരാണ് കേട്ടോ. അങ്ങനെ ഒരു ബന്ധം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ തൊട്ടപ്പുറത്താണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ അവനെ കൂടെ കാണാമെന്ന് പറഞ്ഞ് അവിടെ എത്തിയപ്പോൾ അവനിങ്ങനെ ഞങ്ങളെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. നീ എന്ന് വന്നെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാ ഫോണിൻ്റെ സാധനങ്ങളും ഇവൻ്റെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് കോട്ടമുറിയിലാണ്. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വന്ന് അവനോട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അപ്പോൾ അനീഷിൻ്റെയോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി വീട്ടിലേക്ക് പവിക്ക് പായസമായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.